എൻ്റെ മനസ്സിനെ ഞാൻ അറിയട്ടെ. ഈ മനസ്സിനെ അറിയൽ അത്ര നിസ്സാര സംഭവമല്ല. നമുക്കൊന്നുകൂടി ശ്രമിക്കാം. സ്ട്രഗിൾ മേക്സ് മീ പവർഫുൾ എന്നാണ്. പ്രശ്നങ്ങൾ നമ്മളെ സ്ട്രോങ് ആക്കും. ഒരു ചെറിയ കഥ. ഒരാൾ 2 മാവ് വെച്ചു. ഒന്നിന് വെള്ളമൊഴിച്ചു, ഒരുപാട് വളമിട്ടു, അതങ്ങനെ വളർന്നു വന്നു. മറ്റേ സൈഡിൽ വെച്ച മാവിനെ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ രണ്ടും വളർന്നു. ഒരു ദിവസം ഒരു വലിയ കാറ്റും മഴയും വന്നപ്പോൾ വെള്ളമൊഴിച്ച മാവ് കടപുഴകി വീണു. മറ്റേത് അവിടെ സ്ട്രോങ് ആയി തന്നെ പിടിച്ചു നിന്നു. എന്തായിരിക്കും കാരണം? വെള്ളമൊഴിച്ചതിന് മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നും വെള്ളം കിട്ടിയത് കൊണ്ട് അതിന് ആഴത്തിലേക്ക് വേരോടിക്കേണ്ടി വന്നില്ല. വെള്ളമൊഴിക്കാത്തതിന് വെള്ളം തേടി താഴേക്ക് പോകേണ്ടി വന്നു. അതിനാൽ അതിൻ്റെ തായ്വേര് സ്ട്രോങ് ആയി അതവിടെ പിടിച്ചു നിന്നു. ദുർഘട സാഹചര്യത്തിൽ വളർന്ന മാവിനാണ് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനായത്. ജീവിതത്തിൽ നെഗറ്റീവ് സാഹചര്യങ്ങൾ എപ്പോഴും നമ്മളെ തളർത്തിക്കളയും. പക്ഷേ അങ്ങനെ തളർത്തുന്നുണ്ട് എങ്കിലും ചിലപ്പോഴൊക്കെ അത് എന്നെ അല്ലെങ്കിൽ നമ്മളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇമോഷണൽ സ്ട്രെങ്ത്തിന് നമുക്ക് നെഗറ്റീവ് സിറ്റുവേഷൻസ് ആവശ്യമാണ്. മനസ്സിനെ ഹാർഡാക്കിയില്ലെങ്കിൽ അത് വല്ലാതെ ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ വിഷമത്തിനൊക്കെ ഇടയാക്കും. വേദനകളും ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. മനസ്സിൽ വല്ലാണ്ട് സ്ഥാനം കൊടുത്തവരാകും ചിലപ്പോൾ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. നെഗറ്റീവ് സിറ്റുവേഷൻസ് ആർ മേക്കിംഗ് മോർ പവർഫുൾ. സംടൈംസ് വി വിൻ, സംടൈംസ് വി ലേൺ, ദർ ഇസ് നോ ഫെയിലിയേഴ്സ്. നല്ലൊരു കോട്ടാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാചകം, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. ഹാർഡ് മോഡ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഒട്ടും സേഫ് അല്ലാത്തത് എന്ന് വെച്ചാൽ എൻ്റെ ഇമോഷൻസിൻ്റെ താക്കോൽ ഞാൻ മറ്റൊരാളിൽ കൊടുക്കുന്നതാണ്. എൻ്റെ മനസ്സിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് എന്ന് ഞാൻ ചിന്തിക്കണം. എൻ്റെ ഇമോഷൻസ് ഒരു വ്യക്തിയിലാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലാണോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കണം. ഒന്നാമത്തത്, എൻ്റെ ഇമോഷൻസ് ഒരാളോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോടാണെങ്കിൽ അതാരുമാകാം. ചിലപ്പോൾ നമ്മൾ തന്നെ സർവസ്വമായി കാണുന്ന ആരെങ്കിലുമൊക്കെ ആവാം നമ്മുടെ കുടുംബത്തിൽ. ഒരു വ്യക്തിയിലാണ് നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നത് അല്ലെങ്കിൽ ജീവിതം കൊണ്ടുപോയി ആ വ്യക്തിയിലാണ് ആ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മുടെ പൂർണ്ണ നിയന്ത്രണം അവരിലായിരിക്കും. ഊണിലും ഉറക്കത്തിലുമൊക്കെ അവരാണെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കും. സന്തോഷവും സമാധാനവും നമ്മുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമുക്കിഷ്ടമുള്ള ഓരോ പ്രവൃത്തിയുമൊക്കെ അവരിൽ നിന്നും ആഗ്രഹിക്കും. പക്ഷേ അതവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇങ്ങോട്ട് കിട്ടും എന്നുള്ളൊരു റിസീവർ മൂഡിലായിരിക്കും നമ്മളുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലക്ഷ്യം നേരെ ഓപ്പോസിറ്റാണ്. അത് നിർജീവമാണ്. നമ്മളതിന് ജീവൻ കൊടുക്കണം. നമ്മൾ ഡോണറാവും. എപ്പോൾ കൊടുക്കാനായിട്ട് ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്താൽ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന സന്തോഷം, സമാധാനം അല്ലെങ്കിൽ ഒരു ചലഞ്ച് അതൊക്കെ ഇങ്ങനെ എന്നിൽ കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അത് കൊടുക്കാൻ, അത് ഡോണർ അവസ്ഥയിലിരുന്നാൽ നമ്മൾ അത് സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് എഫർട്ട് അതിൻ്റെ പുറമേ എടുക്കണം. ഒരുപാട് എഫർട്ട് എടുത്തത് കൊണ്ടാണ് പിന്നീട് അത് വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. ഉദാഹരണം തന്നെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ ഒരുപാട് ദൗത്യബോധവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ശലഭസംഗമം കഴിഞ്ഞു. നമ്മൾക്കറിയാം അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫർട്ട് എടുത്തത് കൊണ്ടാണ് അതൊരു വലിയ വിജയമായി കലാശിച്ചത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇമോഷൻ ഒരു വ്യക്തിയിലാണെങ്കിൽ അത് റിസീവർ മോഡിലായിരിക്കും. മനസ്സിൻ്റെ മേലെ പൂർണ്ണ നിയന്ത്രണം സാധ്യമായിട്ടുള്ളവർ സ്വന്തം ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് വ്യക്തികൾ ആവശ്യമാണ്. എന്നാൽ മറ്റ് ഒരു ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി അവർക്ക് വേണ്ടി മാത്രമായിട്ട് പൂർണ്ണമായും ജീവിക്കുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ നമ്മൾ ഒരു ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരണം.
ഒരു ഇമോഷണൽ ഡൈല്യൂഷൻ നമുക്ക് വേണം. ഒരു ഇമോഷൻസും ബാധിക്കാത്ത അവസ്ഥയ്ക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നു. ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഞാനാണെങ്കിൽ ഇവിടെ ഗാർഡനിങ്, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യുന്നു. വരയ്ക്കാൻ ഇഷ്ടം, വായന ഇഷ്ടം, അല്ലെങ്കിൽ പെറ്റിനെ വളർത്താം. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗം കൂടിയാണ്. ഐ ലവ് ആൻഡ് ആക്സെപ്റ്റ് മൈ സെൽഫ് എന്ന് മനസ്സിനോട് പറയുക ഓൾവേസ്. ഞാൻ എങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഐ ലവ് ആൻഡ് ആക്സെപ്റ്റ് മൈ സെൽഫ്, അതെപ്പോഴും മനസ്സിലേക്ക് പറയാം. നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം. സെൽഫ് ലവിനെ പറ്റി നമുക്ക് അടുത്ത ഒരു ദിവസം പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.